ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ വെണ്ടയ്ക്കൻ്റെ ഒരു കറിയാട്ടം ഉണ്ടാക്കണേ. നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി വേണം. ഉള്ളി അരിഞ്ഞിടാ. ഒരു ഉള്ളിയാണ് കേട്ടോ. അത് നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞേക്കാം. നമുക്ക് 2 തക്കാളി അതിലേക്ക് അരിഞ്ഞേക്കാം. നമ്മളൊരു 8 പച്ചമുളക് എടുത്തേക്കണ്. അതൊന്ന് അരിഞ്ഞ് വെക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി അരിയാം. ഇത് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കട്ടോ. ഇതെല്ലാം നമ്മൾ വെണ്ടക്ക, തക്കാളി, ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ച് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഉലുവ ഇട്ടെടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്ന് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവ ഇട്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇത്തിരി പെരിഞ്ചീരകം, ഒരു നുള്ളി പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം നമുക്ക് അതിൽ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ജീരകം ഇട്ട് കേട്ടോ. ജീരകം ഇട്ടെടുത്ത് അതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. വെളുത്തുള്ളിട്ട് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. താളി വരട്ടെ. ഉപ്പിട്ട് 2 തക്കാളി മുറിച്ച് വെച്ചതാണ്. 2 തക്കാളി ഇട്ടെടുത്ത് അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ.
ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. നമ്മൾ കുറച്ചമ്മ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ. ഒന്ന് വാടി വന്ന് അതിലേക്കൊരു പച്ചമുളക് ഇട്ടെടുത്ത് പച്ചമുളകൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടി വരട്ടെ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോയി മല്ലിപ്പൊടി, മുളക് പൊടി നമുക്കെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ച മണം പോണ വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയായ കറിയാട്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ വെണ്ടക്കയിൽ വെണ്ടക്ക നല്ല വെണ്ടക്ക ഇട്ട് കൊടുക്കുക. ഞാൻ അത് നമുക്ക് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായ കറി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി. നമുക്ക് ചോറുണ്ണാൻ അത് മതി, ആ കറി മതി. അത്ര നല്ല ടേസ്റ്റാട്ടോ. നമുക്കൊന്ന് ആവിയിൽ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെണ്ടക്കൊന്ന് നമുക്ക് തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കാം. തേങ്ങ മിക്സിയിലോട്ടിട്ട് 2 ഉള്ളി ഇട്ട്, ചുവന്നുള്ളി, നമുക്ക് അതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ വെണ്ടക്കൊക്കെ ഒന്ന് ആവിയിൽ ഒക്കെ ഒന്ന് വെന്ത് റെഡിയായി. നമുക്ക് പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പുളീൻ്റെ വെള്ളം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല രസമായിട്ടുണ്ടാകും. പുളി ഒഴിച്ചിട്ടുള്ള ആ വെണ്ടക്കൻ്റെ കറി നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഇനി കുറച്ച് നേരം വെണ്ടക്കൊന്ന് വെന്ത് വരട്ടെ. വെണ്ടക്കൊക്കെ വെന്ത് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് തേങ്ങയിലേക്ക് ഒഴിച്ച് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് ലേശം കുറവാണ് കേട്ടോ, നമുക്ക് ഇട്ടെടുക്കാൻ. കുറച്ചും കൂടെ ഉപ്പിട്ട് വെള്ളം ലേശം കുറവുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ ഇവിടെ റെഡി ആയി. നമുക്കൊന്ന് തിളച്ച് വരാനുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയായ കറി കേട്ടോ. നമുക്ക് അതിലേക്ക് ഒരു പണിയും കൂടെ ഉണ്ട്. നമുക്കൊന്ന് വറവ് തിളച്ചിട്ടൊന്ന് വറവ് ചെയ്യാണ്ട് നമുക്കൊന്ന് വറവ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാനൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അത് ചൂടായി വന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇടാം.
കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് പൊട്ടി വരുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ടെടുക്കട്ടെ. അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. കടുകൊക്കെ പൊരിഞ്ഞ് റെഡിയായി. നമുക്കത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും കേട്ടോ. നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. നമുക്ക് ചോറുണ്ണാൻ നല്ലൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.